guys. Day 2 guys. എല്ലാരും ഫ്രഷ് ആയി വന്ന് കാറി കയറിയിട്ടുണ്ട്. രാവിലെ നല്ല ഗംഭീര തണുപ്പ്, സുഖം, സുന്ദരം. കുളിച്ചിട്ടില്ല, വെള്ളം നനച്ചോണ്ട് കുളിച്ചോല്ലേ? ചൂടുവെള്ളം വന്നപ്പോ ഞാൻ കുളിച്ചില്ല. കാരണം രാവിലെ എല്ലാരും തലേ വെള്ളം ചെറുതായിട്ട് തൂത്തിട്ട് എത്തുമ്പോ അടുത്ത ഇതായിട്ട് വരാം. Palani, Pollachi, and Valparaiso. Hey guys, ഒരു വ്യൂ പോയിന്റ് കൊണ്ട് നിർത്തിയപ്പോണ്ട് അടിപൊളിയാണ്. അവിടെ ഡാമും പുഴയും കാര്യങ്ങളല്ല, ഇവിടെ ഇത് തറകൾ ഇറങ്ങി പോകേണ്ടത്. 2 മല, അവിടെ ഒരു മലയുണ്ട്, അവിടെ അത് വളഞ്ഞു. ബിസ്ക്കറ്റ് ഗൈസ്. ഞാൻ ഈ പാട്ടൊക്കെ പറഞ്ഞെന്താ അറിയോ, ഈ വ്ളോഗിന്റെ ഇടയ്ക്കൂടെ ആ പാട്ട് വന്ന് കയറുന്നൊരു വഴിയില്ലേ, ഇതിന്റെ ബാക്കിയായിട്ട് ആ പാട്ട് പോണല്ലേ. ഒരു പുരിയാനിലയോ ഇനി പുതിയതായി വഴിയോ ഇത് എഴുതാ കഥയോ. നിനക്കൊരു അവസരം തരാം, പിടിക്കോ. ഫുഡ് കഴിക്കാൻ കയറി അല്ലേ? ഫുഡ് കഴിക്കാൻ കയറി ഗൈസ്. ഫുഡ് ഫോറസ്റ്റ് കാട്ടിൽ ഫുഡ് കഴിക്കാൻ കയറി. അടിപൊളിയാണ്. അത് ചെക്ക് പോസ്റ്റ് അടിപൊളി നൈസാണ്. അങ്ങനെ ദോശ കൂടുന്ന ഒരു ഷോട്ട് വേണം വെക്കാൻ. ചെറുക്കൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്, എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വിജയിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇത് ആദ്യം വെക്കും, ഫസ്റ്റ് ഇത് ഇൻട്രോ വരുന്നതിന് മുമ്പത്തേക്ക് ഇത് വെക്കും. ഗായ്സ് ചെറുക്കൻ്റെ പുതിയ അവിടെ നിന്ന് നടന്നോ, ഫ്രണ്ടിലോട്ട് നടന്നോ അങ്ങോട്ട് പുറത്തേക്കിലേക്ക് കൊടുത്ത് ഇപ്പുറത്തോട്ട് മീഡിയക്ക്. വെള്ളം കുടിച്ചിട്ടിറങ്ങി അവിടെ അപ്പുറത്ത് ഫോട്ടോ എടുത്തേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി അവിടെ ഫോട്ടോസൊക്കെ എടുത്ത്, അത് കഴിഞ്ഞ് ഇപ്പോൾ വേണ്ട വെള്ളം കുടിക്കാൻ നിർത്തേക്കുവാണ്. ജസ്റ്റ് കണ്ടപ്പോൾ ഒരു രസം, വെള്ളം കുടിക്കാൻ വിചാരിച്ച്.
உப்பு போட்டுக்கிறேன் இல்லையா போதுமா கீழே போடும் ഉണ്ട് എന്ത് തന്നെ ചോറിട്ട് അറിഞ്ഞിട്ട് ഞാനെല്ലാം പറയാം ചോളാരങ്ങളോ അങ്ങനെ ഒരു പുളി അതുകൊണ്ട് അത് തന്നെ വലിയ സ്വാദം തോ எவ்வளோ உங்களுக்கு எவ்வளவு வேணும் 10 ரூபாய்க்கு போடுச்சு 10 ரூபாய்க்கு எத்தனை பாரு அதுவே 10 രൂപയ്ക്ക് 10 രൂപയ്ക്ക് വാപ്പാസ് ചോദിക്കാണ് பெருசுல யூஸ் ஆ அம்மா இது ஒரு 50 ரூபாய்க்கு இது கொடு அப்படி சொல்லணும் 10 ரூபாய்க்குலாம் கேட்டா நான் தர மாட்டேன் അമ്മയുടെ കടയിൽ നമുക്ക് കൊണകണ സാധനങ്ങൾ കാണിച്ചു തരാം ഈ അമ്മയുടെ കടയിൽ കൊണകണ സാധനങ്ങൾ ഒത്തിരി ഉണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ട് മാങ്ങ അരിഞ്ഞതുണ്ട് സ്പ്രൈറ്റ് ഉണ്ട് സോഡ ഉണ്ട് എല്ലാം ഉണ്ട് ഈ അമ്മയുടെ കൊണകണ സൗണ്ടുകൾ കേൾക്കണം അത് എടുത്തു സെല്ല പിടിക്കില്ല അവന്റെ പൈസ കിട്ടണം പൈസ மதி போதும் ஆமியா கொஞ்சம் போடுங்க போடவா கொஞ்சம் போடு உப்பு வேண்டாம் இட்டு அவன் இருக்கு பாரு கரெக்டா இருக்கு அதுக்கு எடுத்து சாப்பிடுங்க சாப்பிடுமா இல்ல இல்ல எங்க போன வருஷம் காய்க்கவே இல்லையா மாவட்டத்துக்கு காய்க்கவே இல்லையா 110 ரூபாயா அந்த அளவுக்கு மாங்காய் பிடிச்சிருக்குது காய் இதெல்லாம் நம்ம தோட்டமா ஏய் என்னங்கடா இப்படி சொல்லிவிட்டீங்க நம்ம தோட்டமா இருக்குமா அதெல்லாம் பெரிய பெரிய வள்ளிய முதலாளி அங்க கிட்ட இருந்து வாங்கி ஆப்பா இங்க இருந்து வாங்குமா வேற வாங்கி விட்டு இல்ல போதில்ல இங்க வாங்கி ஓ பைசா கேஷ் எடு അങ്ങനെ മാങ്ങ അവിടെ നിന്ന് മാങ്ങ മേടിച്ചിരിക്കാണ് രാത്രി വെട്ടിയിട്ട് അവിടുന്ന് മാങ്ങ മേടിച്ചിട്ടുണ്ട് അവിടുന്ന് വെള്ളം കുടിക്കാന്ന് പറഞ്ഞിറങ്ങിയതാ അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ വീണ്ടും വരാം. ഗൈസ് നമ്മൾ പഴനിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. പഴനി Turn left after Sri Lakshmi Vilas Hotel Pazhani, into Palani Pazhani. Bypass Road. എന്തായാലും പഴനിയാണ് ഗൈസ്. പഴനി ടച്ച് അടങ്ങടാ. പഴനി പോകുന്നില്ല ഗൈസ്. പഴനി റോഡ് വഴി എവിടെയാണോ പോലെ എവിടെയാണോ പോലെ Continuing Palani Bypass Road for 5 kilometers. വാൾപ്പാറയ്ക്ക് പോവാണ് ഗൈസ്. വാൾപ്പാറ പഴനി ഇവന് പഴനി എന്ന് പറയുക, പളനിക്ക് പഴനി എന്ന് പറയുന്നത്. ഇവനെന്തൊരു മൊണ്ണയാന്ന് ആലോചിക്കുന്നത്. പഴങ്കഞ്ഞി, പളങ്കഞ്ഞി. അത് പളങ്കഞ്ഞി, ഇത് പഴങ്കഞ്ഞി. ഇത് പഴനി. പളനി വഴി നമ്മളെവിടാണ്? വാൾപ്പാറ. വളനി ഇവന്റെ വായി പളനി വരുന്നുള്ളൂ. ആ പളനി പളനിയില്ലേ? പഴനിയാണത്. എവിടെയും വരട്ട് തുറച്ചിരിക്കടാ നീ. പളനി. ആ പളനി. നീ ഇടയ്ക്ക് ഇവിടെ പഴനി എന്നൊക്കെയാ പറയുന്നത്. നമ്മൾ പളനി വഴി വാൾപ്പാറയ്ക്ക് പോവാണ് ഗൈസ്.
ഗൈസ് ഈ വാൾപ്പാറ ചെന്നിട്ട് കാണാം ഗൈസ്. ഗൈസ് വാൾപ്പാറ ചെന്നിട്ട് കാണാം. നോക്കിയിടല്ലേ എണ്ണ എണ്ണടിക്കാൻ പമ്പിക്കർ. അപ്പൊ ഇതുവരെ In 50 meters, merge with 5000 രൂപ എണ്ണ ഇതുവരെ അടിച്ചു. State Highway 108. അവിടുന്ന് അവിടുന്ന് ഇറങ്ങിയപ്പോൾ 3000 രൂപയ്ക്ക് അടിച്ച്, ഇവിടെ വന്നിട്ട് 2000 രൂപയ്ക്ക് അടിച്ച് കണ്ട വീണ്ടും അടിക്കാൻ പോകും. എന്താണെങ്കിൽ മുരുകന്റെ പരിപാടി, മുരുകന്റെ അമ്പലത്തിലെ പരിപാടി കണ്ടിട്ട് വരാം. നമുക്ക് അവിടെ നടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അണ്ണൻ്റെ കയ്യിലോട്ട് കൊടുക്കാം. അണ്ണ എന്നാ പിടിച്ച അണ്ണ എന്ന് പിടിച്ച് നമുക്ക് അവിടുത്തെ അന്തരീക്ഷം അനുസരിച്ച് നമുക്ക് അവിടുത്തെ വീഡിയോ എടുക്കാം. ഫുള്ള് ആളുകളാണ്. അന്തരീക്ഷം അനുസരിച്ച് നമുക്ക് അവിടുത്തെ വീഡിയോ എടുക്കാം. ശരി ഗൈസ്, പ്രശ്നമൊന്നും ഇല്ല ഇങ്ങനെ വീഡിയോ എടുക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇവിടെ കണ്ടു കഴിഞ്ഞ് എന്തുവാ പരിപാടി മുരുകൻ്റെ എന്തോ പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുകയാണ് ഗൈസ്. മുരുകൻ്റെ എന്തോ പരിപാടിയായിരുന്നു ഗൈസ് വണ്ടികൾ നോക്കും, ഇത്ര ആൾക്കാരുണ്ടായിരുന്നു അവിടെ. മുരുകൻ്റെ എന്തോ പരിപാടി കാണിക്കാൻ ഒരു അക്കൗണ്ടിൽ ഒരു വീഡിയോ പോലും ഇല്ല. ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ട്. എൻ്റെ ക്രിയേറ്റർ സൈറോക്സ് ഉണ്ട്. അതായത് ഉത്സവത്തിന് എന്തോ വീഡിയോ കിട്ടിയ പിള്ളേ. പിന്നെ ആരും അറിഞ്ഞ് തന്നെ ആയതാ ആണെന്നാ പനന്നൊക്കെ. ഞങ്ങൾക്കൊക്കെ അതൊക്കെ വലിയ ആള് സാധാ. സബ്സ്ക്രൈബറാ ഫോട്ടോ എടുത്ത് കൊടുക്കാം. 2 പേജിൽ വെച്ചിട്ട് തരാം. എന്റെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയപ്പോണ്ട് നമുക്ക് തമിഴ്നാട്ടിൽ ഇത്. മുസ്ലിം വാടാ വന്നടാ വാടാ തമ്പി ഇങ്ങ വാങ്ങടാ പോട്ടാ അണ്ണാ പോന്നടാ. യൂട്യൂബിൽ പോട്ടെ നമുക്ക് 4 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയ 4 സബ്സ്ക്രൈബേഴ്സിനെ തമിഴ്നാട് സബ്സ്ക്രൈബേഴ്സ്. എന്റെയൊക്കെ റേഞ്ച് ചാനലിന്റെ പേരൊക്കെ ചോദിച്ചു. എന്നാ പരിപാടി എന്ത് പ്രോഗ്രാം തന്നെ നടന്നു പോകുന്നു. അവർക്ക് സംസാരിക്കാൻ എന്തോ പേശിക്കോ. പേരെന്നെ ശ്രീനിക് ദർശൻ. நான் எந்த ஊர்ல இருந்து வரேன்னு சொல்றேன் ப்ரோ. அப்படியே போட்டுருங்க. சொல்லுங்க.
சொல்றேன் நண்பா. அப்படி 4 பேர் தெரியாம. எந்த ஏரியா? பரமத்தி வேலூர். பொன்னப்படத்துலேருந்து பழனி பாதயாத்திரையா வரோம். ஒரு வாரம் தங்கி இன்னைக்கு காவடி வந்துட்டு இருக்கு. நாளைக்கு மலையில ஏறி இனி வர முடியாது போகுவா. சரி போய் சரிண்ணா. சும்மா ஒரு வீடியோ நாங்களும் வரணும். 2 daysலி அப்லோட் பண்ணிடுறோம் யூடியூபில். ഇപ്പം പാവം പയ്യന്മാര് അവന്മാർക്ക് യൂട്യൂബിൽ വരണ്ടായോ? ഹേ ഗായ്സ്, ഇപ്പോൾ നമ്മളെ നിൽക്കുന്നത് എവിടെ ആണോ? സ്ഥലം എവിടെയാണോ? സ്ഥലം എവിടെയാണോ? വേണ സ്ഥലം അറിയത്തില്ല ഗൈസ്. നമ്മൾ മധുര അല്ല അവിടെ ഇതായിരുന്നു പ്ലാനി അല്ല പളനി കഴിഞ്ഞ് വാൽപ്പാറയ്ക്ക് പോകുന്ന സ്ഥലത്ത് വന്ന് ക്രീം തേക്കുന്നത്. നമുക്ക് കോണയൊക്കെ അടിച്ചിരിക്കാം. കോണ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഗായ്സ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് വാൽപ്പാറയിലാണ് ഗായ്സ്. വാൽപ്പാറയിൽ ഒരു കിടിലൻ സ്പോട്ട് കണ്ടപ്പോഴത്തേക്കും ഇറങ്ങിയതാണ് ഗായ്സ്. പക്ഷേ അങ്ങോട്ട് പോകാനുള്ള വഴി അറിയത്തില്ല. അതാണ് വിഷയം. ഇപ്പോൾ ആരുമില്ലാത്ത റോഡ് സൈഡിൽ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നു ഗായ്സ്. കൊണ്ടുവന്ന സ്റ്റെപ്പുണ്ട്. ഇതുവഴി ഒരു വഴി ഉണ്ടാകും. കാണുന്ന വഴി അകത്തോട്ട് പോകാം. ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ആണെന്നാണ്. കൊടുത്തിട്ടേ വരത്തുള്ളൂ പറഞ്ഞു. ഭയങ്കര വെയില്. എന്ന് പറ. അപ്പം മനോണ്ണം പറയും പുതിയൊരു AC വെക്കാൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അല്ല ആ പുള്ളി എടുത്തോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ ഈ സംഭവം? ഏതോ സ്ഥലമെന്നറിയോ? വാൽപ്പാറയ്ക്ക് വന്ന റോഡ് വാൽപ്പാറയ്ക്ക് വന്ന റോഡിൽ റൈറ്റ് സൈഡിൽ ഒരു പാലമുണ്ട്. ഡാമുണ്ട്. വാൽപ്പാറയ്ക്ക് പോകുന്ന സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഡാമുണ്ട്. ഡാമിന്റെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ കോട്ട് കാണിച്ചാൽ മസ്റ്റ് വിസിറ്റ് പോട്ടാ. വലിയ മറ്റു പടം എടുത്തേ അല്ലേ? മറ്റു വെള്ളത്തിക്കട അല്ല ദിലീപിന്റെ പടം എടുത്ത് വെച്ചു. അത് 20 പീസായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അടുത്ത വാൽപ്പാറയിലായിരിക്കും നിർത്തും. നല്ല ഫുഡ് കഴിക്കാൻ തുടങ്ങും. എത്തുമ്പോൾ കാണാം വീണ്ടും. വാൽപ്പാറ
ഗായ്സ് അങ്ങനെ 29 ചുരത്തിൻ്റെ ഇടയ്ക്ക് കിട്ടില്ല ഒരു വ്യൂ പോയിന്റ് എത്തിയപ്പോണ്ട് കാണിച്ചുതരാം. സ്ഥലങ്ങളാണ്. മറ്റേ പടം ഷൂട്ട് ചെയ്ത അയക്കാത്ത പാട്ട്. നിങ്ങൾക്ക് തേയില ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് തേയില എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ, കാണിച്ചു തരാം. ഇതാണ് ഇത് വെട്ടി ഉണക്കി പൊടിച്ചാണ് നമുക്ക് തേയിലയായിട്ട് വരുന്നത്. അറിയാവോ ഗൈസ്? ചായ കുടിക്കാൻ പോവാന്ന്. അത് ക്യാൻസൽ ആക്കി അടുത്ത വേറെ സ്ഥലത്തോട്ട് പോവാണ്. ഓണാക്കുന്നതിന് മുമ്പ് ചായ കുടിക്കാൻ പലതും പറയാം. ഓണാക്കി കഴിയുമ്പോഴത്തേ വേണ്ട അടുത്ത സ്ഥലത്തോട്ട് പോകാന്ന് പറയും. അടുത്ത സ്ഥലത്ത് എന്നിട്ട് കാണാം. ഗായ്സ് നമ്മളിപ്പോ എവിടെ വന്നെന്നറിയാം? വാൽപ്പാറയുടെ എൻ്റെ അതായത് പക്ഷേ ഇത് കാണാൻ അടിപൊളി കേട്ടോ, അടിപൊളി. ചെറുതായിട്ട് അല്ല നോർമലി വേറെ ഉള്ളത് അല്ലല്ല അങ്ങോട്ട് ഞങ്ങൾ ആനയെ കണ്ടു ഗൈസ്. ആന എല്ലാം കാണാം. 1.6 വെള്ളം കുടിക്കാൻ വരുള്ളൂ. അതാണ് ഇവിടെ വെള്ളച്ചാട്ടം. ആനയെ കണ്ടോ? ആന കാണാൻ പറ്റത്തില്ല. വേറെ ക്ലിപ്പ് ആടിയ പുറം പോക്കണ്ണ ക്ലിപ്പ് ആടിയ അത് കണ്ടു. അത്ര ക്വാളിറ്റി ഒന്നും കാണത്തില്ല, കുറച്ച് ലോകം. നമ്മൾ റൂം എടുത്തിരിക്കുകയാണ്. അവിടെ നിന്ന് വന്ന് ഇവിടെ ഇപ്പോൾ ഇലവിഴ പൂഞ്ചിറ അടുത്ത് റൂം എടുത്തിരിക്കുകയാണ്. ഒന്നുമില്ല വേണ്ട, ഒന്നുമില്ല. ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണ്. രാവിലെ ഇട്ട ഷർട്ട് ഊരിയിട്ട് വേറെ എടുത്തിട്ടായിരുന്നു. തെറിക്കും. റൂമിലോട്ട് പോകാം. മുന്നോട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചേക്കും. ഫ്രണ്ട് റൂമിലിട്ട് വന്നേക്കും. റൂം കാണിച്ചിരാം. ഓരോന്നൊക്കെ മരണം. ഇന്നടുത്ത് റൂം രാവിലെ കാണാം. ബൈ. ക്ഷീണമുണ്ട്, ഉറങ്ങട്ടെ. ബൈ.